ഹലോ, ഇന്ന് നമ്മൾ നൈറ്റിൽ ഒരു ഔട്ടിങ് പോവാണ്. മലപ്പുറത്തുള്ള കോട്ടക്കുന്ന് കാണട്ടോ പോകുന്നത്. അപ്പോൾ അതിന് ചെറിയ വാണിംഗ് ഒക്കെ കിട്ടീന്. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഉപ്പിലിട്ട ലൂബിക്ക കൈതച്ചക്കൊക്കെ വാങ്ങിയിട്ടോ നമ്മളിപ്പോൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാട്ടോ. സൺഡേ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് നല്ല തിരക്ക് കുറവാണ്. ഇവിടെ കുട്ടികൾക്കാണ് കേട്ടോ കൂടുതലും കളിക്കാനൊക്കെ ഉള്ളത്. ഇപ്പം നമ്മളിവിടെ കാണുന്ന ഈ മിറാക്കിളിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കാണാൻ കയറുന്നത് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ കോസ്മോസ് പൂ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ കാണുന്നില്ല, നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പല ഐറ്റം ചെടികളുണ്ട്. ഐ ലവ് കോട്ടക്കുന്ന്. ഇങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ എത്തി വെള്ളമൊക്കെ കാണാൻ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ കോട്ട നമ്മൾ ഗൾഫിലെത്തി എന്നുള്ളൊരു ഫീലായില്ലേ. മരുഭൂമി മണലൊക്കെ വിരിച്ചിട്ടുള്ള കോട്ടൻ്റെ ഉൾപ്രദേശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു മരുഭൂമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതാക്കണേ ഒട്ടകത്തെ കണ്ടിട്ട് ഓടി കയറുക കേട്ടോ. ഒട്ടകത്തിനൊന്ന് ബഹുമാനിച്ചാളാ. ഇപ്പോൾ ഒരു ഈ സൈഡിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അറബികൾക്ക് ഇരിക്കാൻ വിശ്രമ സ്ഥലം പോലെയുള്ള ഒരു പ്ലേസിലെ നമ്മളെ മരുഭൂമിയിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. പിന്നെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പഴഞ്ചൻ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത്. പഴയ വീടും കിണറും അതുപോലെ തന്നെ അവിടെ കുറച്ച് വാഴയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കൊട്ട തൂക്കിയിട്ട് അതിന് തുറന്നു നോക്കിയാലൊന്നും ഒന്നുമില്ല. പിന്നെ ഇതാക്കണ നമ്മളെ റാന്തൽ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒന്നും കാണാൻ കിട്ടില്ലല്ലോ. പുല്ല് മേഞ്ഞിട്ടുള്ള വീടാണ്. ഉള്ളിലേക്ക് കയറി നോക്കി. പിന്നെ ഇവിടെ നിൽക്കണ ഒരു ചെറിയൊരു കിണർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് കുറേ വാഴകൾ നട്ടിട്ടുണ്ട്. വാഴ കൊലച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊരു പൂവ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നല്ല മധുരമുള്ള തേന് കിട്ടിയിട്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് ഞാൻ പാത്തൂന് കൊടുത്തു കേട്ടോ. ഞാൻ ചെയ്ത പിന്നെ ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പം തേനുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പറിച്ചു കൊടുത്തു. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേന്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വൈബ് കിട്ടുന്നത്. പിന്നെ അവിടെ കുറേ പ്രതിമകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ചായ കുടിക്കുകയാണ്. ഇതാക്കണ് അവിടെ ഒരാൾ കർഷകനാണ്. ഞാൻ കൈയൊക്കെ കൊടുത്തു. എല്ലാം നമ്മൾ കളിമണ്ണുകൊണ്ടാട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പഴയൊരു ചായപ്പീടിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വീട് നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇപ്പോൾ ഈ ചായപ്പീടിൻ്റെ അടുത്ത് ഇതാക്കണം അവിടെ ചായ കുടിക്കുന്ന 2 പേര്, അങ്ങനെയാണ് അവിടെ കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തത് റേഷൻ പീടി, അതിൻ്റെ മേലെ ഇതാക്കണ നമ്മളെ ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഓലക്കോടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതാക്കണ ഒരു കോണി കൊടുത്തിട്ടുണ്ട്. ആ കോണി കയറിയിട്ട് ക്ലബ്ബ് കയറിപ്പോകുന്ന ഒരു വൈബാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയപ്പോൾ ഇതാക്കണ് കാളവണ്ടി ഉണ്ട്. കാളവണ്ടിയിൽ പാത്തൂനെ കയറ്റി ഇരുത്തിട്ടോ. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ എന്താക്കണ സാന്താക്ലോസ് അപ്പൂപ്പനുണ്ട് കേട്ടോ അവിടെ. എൻ്റെ ഫേവറേറ്റ് പൂവ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോളാമ്പി പൂവാന്ന് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കോളാമ്പി പൂവ്. അതുകൊണ്ട് ഇതാക്കണ ഈ വഴിയിലൊക്കെ 2 സൈഡിലായിട്ട് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതിൽ കുറേ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയ്ക്ക് ഇഷ്ടമാട്ടോ ഈ കോളാമ്പി പൂ പറയുന്നത്. എന്താ എനിക്ക് തന്നെ അറിയില്ല. സെൽഫി
എന്നാ ഒരു ടിഷ്യൂ കൊടുത്തോളാം. കരാട്ടെ നീ മണ്ടിച്ചില്ല. നീ ജിറാഫിന് കിസ് കൊടുക്ക്. ഓടിക്കോ. സ്പൈഡർമാൻ വാ. പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് നടന്നു. ഇവിടെ തക്കണ ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വുഡിൻ്റെതായിട്ടും അല്ലാതെ സിമെൻറ്റിൻ്റെതായിട്ടൊക്കെ. അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയായിട്ട് പറയാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയും ചെടികൾ വെച്ചുകൊണ്ട് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാക്കണ ഒരു മരം കൊണ്ട് മരക്കൊത്തിൻ്റെ പൊത്തെന്നൊന്നും പറയാൻ പറ്റൂല അല്ലേ. അത്രയും വലിയ പൊത്താണല്ലോ അല്ലേ. ചെടികൾ കൊണ്ട് എങ്ങനെയൊക്കെ അലങ്കരിക്കുക അങ്ങനെയൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി ഉണ്ടാവും തലയില്. പാട്ട് പാടിപ്പോ ഞങ്ങളെല്ലാം അവിടെ ഉള്ള എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കട്ടെ. ഞങ്ങള് ചെടികൾ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം എന്ന് പറയാനേ. അതിന് വേണ്ടി ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തി പുറത്തേക്ക് ഇറങ്ങാണ്. ഇടുമ്പ് ഭാഗത്ത് ഒന്നുകൂടി ആ വെള്ളമൊക്കെ പോയി തൊട്ട് പോകുന്നു കേട്ടോ. യക്ഷി പാലപ്പൂവ് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ പാലപ്പൂവ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ പാത്തുവിൻ്റെതായിട്ടുള്ള കുറേ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അതിലും ഇതിലൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നടന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലിറങ്ങി സാധനമൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ടൈം ഒരുപാടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.